സ്വന്തമായിട്ട് ഒരാളെ തേടി പിടിച്ച് ആ കുട്ടിയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയല്ല ഗിഫ്റ്റഡ്, നിങ്ങളാണ് ഗിഫ്റ്റഡ്. അപ്പൊ സ്വന്തം കാലിൽ നിർത്തണമെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് മനക്കഷ്ടങ്ങൾ കൊണ്ടുവരുന്നത്? നമ്മളല്ലേ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ? ഇന്നൊരാളുടെ സപ്പോർട്ട് നമുക്ക് എന്തിനാണ്? മോട്ടിവേഷൻ എന്തിനാണ്? ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റേഴ്സ്. പീഡിയാട്രിഷ്യനെ കാണിക്കാൻ പോയപ്പോൾ അവള് വലിയ 8 വയസ്സായി. അപ്പോൾ ഞാൻ അവളൊന്നും ഡൗൺസ് ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഒന്ന് കാണിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലുണ്ട്, ഷാജി തോമസ് സാറിനെ വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യാം നമ്മുടെ ഒരു സമാധാനത്തിന്. അപ്പോൾ അതിൻ്റെ ആവശ്യം അവൾക്കുണ്ടോ? എന്തായാലും മാഡം ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇപ്പം അതിൻ്റെ ആവശ്യകതയുണ്ടോ ഉണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. ആയിട്ടൊരു സ്പെഷ്യലിസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഏതൊരു ന്യൂറോ ഡോക്ടറും അല്ലെങ്കിൽ ഏതൊരു തെറാപ്പിസ്റ്റും ഗൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുമല്ല ഒരു ഡൗൺസ് കുട്ടി എന്ന് പറയുമ്പോൾ അവളുടെ ആദ്യം ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് പീഡിയാട്രീഷ്യനോടും അതുപോലെ ഒരു ജനറൽ ഫിസിഷ്യനോടും ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ കൂടുതൽ വേണ്ട, ഒരു 10 അടി നടത്തി അവൻ ഇരിക്കട്ടെ, പിന്നെ അടുത്ത ദിവസം 10 അടിയെ 12 അടി ആക്കാൻ ഇരിക്കട്ടെ. അപ്പൊ അത് ധാരാളം ടയേർഡാവുന്നതാണ്. അവന്റെ എല്ലിന് അവനെ സപ്പോർട്ട് ചെയ്യാനുള്ള ശക്തിയില്ല. ടച്ചും ബാഡ് ടച്ചും സ്പർശിക്കുന്നത് ഒരുപക്ഷെ കുട്ടികൾക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള അത്തരത്തിലുള്ള അബ്യൂസ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് മറ്റുള്ള ആളുകൾ, നമ്മുടെ വീട്ടിലുള്ള ആളുകളും മറ്റുള്ളവരും പെരുമാറുന്നതിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ ഇടപെടുന്നതിലെല്ലാം ആ കുട്ടി ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. സ്വയം ചെയ്യാൻ പറ്റണം. ഡോക്ടർ പറഞ്ഞ തുടക്കത്തിലുള്ള കാര്യം ഓർമ്മ മേഡം പറഞ്ഞതുപോലെ 100% ഓക്കെയാണ്. അതുകൊണ്ടാണ് എനിക്കൊന്നും പറയാൻ വയ്യാതെ. സപ്പോർട്ട് അതിന് വേറെ മറിച്ച് വേറെ ഒന്നുമില്ല. ഇപ്പൊ മേഡം പറഞ്ഞത് ഒരു ദിവസമാണ് എന്നാണ് വിചാരിക്കണം. കാരണം നന്ദി മാഡം പറഞ്ഞ പോലെ കുട്ടികൾ ഗിഫ്റ്റഡ് ആണെങ്കിൽ അതിനേക്കാൾ ബ്ലെസ്ഡ് ആയ പാരന്റ്സിന്റെ മുന്നിൽ ഒരു സെഷൻ എടുക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു പരിശീലകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമായി ഞാൻ അതിനെ കാണുകയാണ്. അതുകൊണ്ട് അനുഗ്രഹീതരായ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിന്ന് എനിക്കറിയാവുന്ന ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നാണ്. നമ്മുടെ ഈ ബോൾസിനെ, എല്ലാ ബോളുകളെയും, കറുപ്പ് നിറത്തിലുള്ള ബോളുകളെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഈ പല സ്ഥലത്തായിട്ട് കയ്യിലും കാലിലും മുട്ടിലും അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള ഈ കറുത്ത ബോളിനെ, എല്ലാ ബോളിനെയും കൂടെ നമ്മുടെ
ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. വളരെ പതുക്കെ കറുത്ത ഓരോ ബോളുകളായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഹൃദയം എന്ന് പറയുന്നത് നിറയെ ധാരാളം ഈ കറുത്ത ബോളുകൾ കൊണ്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഈ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു വലിയ ബോള് ഡോക്ടർ മാഡത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. എനിക്കൊരു ഒരു സംശയം പറഞ്ഞാൽ അവള് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൾക്ക് ഉപ്പാനെയാണ്, തിരിച്ച് ഉപ്പൊക്കെ അവളുടെയാണ്. അപ്പൊ മാഡം ഇപ്പൊ ഒരു ബാഡ് ടച്ചിന്റെ ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ അച്ഛൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അച്ഛന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അതെന്താണ് അപ്പൊ നമ്മളൊന്ന് പഠിപ്പിക്കണമെങ്കിൽ ഉപ്പ അടുത്തിരുത്തണം. അപ്പോഴല്ലേ പറ്റുക. ഉപ്പയ്ക്ക് പറയാ മോൾക്ക് വേണ്ടിയാണ് അപ്പൊ അടുത്തിരുത്തുക. സ്നേഹം കാണിക്കേണ്ടെന്നല്ല, സ്നേഹം വേറെ രീതിയിൽ കാണിക്കുക. നിങ്ങളോടെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ കാണിക്കാമല്ലോ, ഇങ്ങനെ സ്നേഹിക്കാമല്ലോ. ഇത് സ്നേഹമല്ലേ, ഇങ്ങനെ സ്നേഹിക്കാം. ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം അല്ലേ. ഇന്നൊരാളെ എടുക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള സ്പർശനം കൊടുക്കരുത്. അതുപോലെ ഇന്നൊരാള് ടച്ച് ചെയ്യുമ്പോൾ നോ എന്ന് പറയാൻ ശീലിപ്പിക്കണം അല്ലേ. അത്തിമ